വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 17-ാമത്തെ വാക്യം. ദൈവരാജ്യത്തെ ശിശുവെന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഒരു പ്രഭാതം കൂടെ കാണുവാനും പ്രഭാതത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയായിരിക്കാനും നാഥൻ നൽകുന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവരാജ്യം എന്നത് വിശ്വാസ ജീവിതങ്ങളുടെ പ്രത്യാശയാണ്. ദൈവരാജ്യത്തിലെന്നതോ ശിശുവിൻ്റെ സാന്നിധ്യമാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. അതിനാൽ കർത്താവ് ദൃഷ്ടാന്തമായി ശിശുക്കളെ കർത്താവിൻ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ കർത്താവ് ശിശുക്കളെ തൊടുവാൻ ആഗ്രഹിച്ച് രക്ഷിതാക്കൾ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ അതിനെ ശാസിച്ചു. എന്നാൽ യേശു പറഞ്ഞു, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്കാണ്. സ്വർഗരാജ്യം എന്ന അനുഭവം സമ്പൂർണമായും പിതാവിൽ ആശ്രയിക്കുന്ന മക്കൾക്കുള്ളതാണ്. ഒരു ശിശു രക്ഷിതാക്കളുടെ കരങ്ങളിലിരിക്കുമ്പോൾ ആ കരങ്ങളാണ് ശിശുവിനെ സുരക്ഷിതമാക്കുന്നത്. വിശ്വാസ ജീവിതങ്ങളെ സംബന്ധിച്ചും സ്വയമായി അവർ സുരക്ഷിതരല്ല. ശിശുവിനെ പോലെ പിതാവിൻ്റെ കരങ്ങളിൽ ആയിത്തീരുമ്പോഴാണ് സുരക്ഷിതരായിത്തീരുന്നത്. ഈ സുരക്ഷയാണ് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം. ഒന്നും സ്വയമായി കഴിയില്ല എന്ന പൂർണ്ണ ആത്മാവബോധത്തോടെ ഞാൻ ആരുടെ കയ്യിലായിരിക്കുന്നു ആ കരങ്ങളിലാണ് സുരക്ഷിതയായിരിക്കുന്നത് എന്നതാണ് ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ മുഖമുദ്രയായി തീർന്നിരിക്കുന്നത്. അതിനാൽ നമ്മെ പൂർണ്ണമായും കരങ്ങളിൽ ഒതുക്കി സംരക്ഷിപ്പാൻ കഴിയുന്ന പിതാവായ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിതരാകാൻ പ്രാർത്ഥിക്കാം. കൃപയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഒരു കുഞ്ഞു രക്ഷിതാക്കളുടെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്നത് പോലെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഒരു ശിശുവായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിലൊന്നുമില്ല എന്നും ഞങ്ങൾ സ്വയമായിട്ടൊന്നും തന്നെ അല്ല എന്ന് ചിന്തിച്ച് വിശ്വസിച്ച് ഞങ്ങളെ ഞങ്ങളാക്കി തീർക്കാൻ കഴിയുന്ന എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യമാണ് ഒരു ശിശുവായി തീർന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വിനയപ്പെടട്ടെ. ഞങ്ങൾ ഒരു ശിശുവായിട്ട് അങ്ങയുടെ കരങ്ങളിലായിരിക്കട്ടെ. അങ്ങ് മെനയണമേ, അങ്ങ് പണിയണമേ, അങ്ങ് ഞങ്ങൾക്ക് ജീവനും ജീവിതവും നൽകണമേ. സ്വർഗീയ പ്രതിച്ഛായയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ക്രൂശിൻ്റെ മറവോളം ഞങ്ങളെ മറയ്ക്കണമേ. ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, അങ്ങ് തരുന്ന സ്വർഗരാജ്യ അനുഭവം കരഗതമാക്കുവാൻ, സ്വർഗരാജ്യം ഈ ഭൂതലത്തിൽ തന്നെ ഉണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഈ ലോകത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. കൃപയുടെ കരങ്ങളിൽ വഹിക്കണമേ. നാഥനായി നടത്തിപ്പുകാരനായി കൂടെ ഉണ്ടാകണമേ. സകലവും തൃപ്പാദങ്ങൾ സമർപ്പിക്കട്ടെ. അങ്ങയാൽ സമർപ്പിതരായി തീരുവാനും അങ്ങയുടെ സന്നിധി വിനയാന്വിതരാകുവാനും സഹായിക്കണമേ. ക്രൂശിൻ്റെ മറവോളം ഞങ്ങളെ മറയ്ക്കണം. നാഥനായി കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം, സഹവാസം, കൂട്ടായ്മ നമുക്ക് ഏവർക്കും തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.